ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ്, ഏതായാലും പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ ആരും ഒരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കത്തില്ല. അല്ലെങ്കിൽ ഇനി ആരോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല തൊട്ടൊക്കെ ഒരു 95% പേരും അഡീഷണൽ ആയിട്ട് ഒരു ചെറിയ ഫിറ്റ്മെൻറ്റ് പോലും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഞാൻ ഉൾപ്പെടെ സ്വന്തമായിട്ടാണെങ്കിലും ഓരോ അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് നിങ്ങളിപ്പോൾ ഒരു പുതിയ വാഹനം എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റത് ലൈറ്റ്, അത് ഇതൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അതായത് നമ്മൾ വാഹനത്തിൽ ഒരു അഡീഷണൽ ആയിട്ടൊരു ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്, എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ഷുവറായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ? ഞാനത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വാഹനത്തിൽ ഒരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ വാഹനത്തിൽ ഇപ്പം ഈ ഒരു വാഹനത്തിൽ ഇപ്പം ഹെഡ്ലൈറ്റ് കിടക്കുന്ന LED ഹെഡ്ലൈറ്റാണ്. LED ഹെഡ്ലൈറ്റ് ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇപ്പം എത്ര പേര് അറിഞ്ഞെന്ന് എനിക്കറിയത്തില്ല. നാട്ടിൽ ഇപ്പോൾ അത് ഇതുവരെ ഒരു വലിയ പ്രശ്നമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഗുജറാത്തിലൊക്കെ അത് ഭയങ്കര ഒരു സീനായിട്ട് LED ലൈറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല, പക്ഷേ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, വാട്ടർ ഇറ്റ് നമുക്കത് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലെ അഡീഷണൽ ആയിട്ട് ഫിറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമുക്ക് അഡീഷണൽ ആയിട്ട് ഫിറ്റ്മെൻറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ചെയ്യേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഒരു വാഹനത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ വാഹനത്തിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടൊരു കാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് അത് കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അതിനകത്ത് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്യുകയാണ്. ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ അഡീഷണൽ റിലേ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇൻ കേസ് LED ലൈറ്റ്സ് ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ റിലേ ഇല്ലാതെ പോലും നമുക്ക് മെയിൻ ലൈനിൽ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടെ വയർ കട്ടിങ് ഉണ്ടാവില്ല. വയർ കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അന്നേരം പ്രശ്നമാണ്. കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടത് വാറണ്ടി പോകുന്നുള്ളൊരു കാര്യം ചിന്തിക്കേണ്ട. പക്ഷേ നിങ്ങളുടെ വാഹനത്തിന് നാളെ ഒരു പ്രശ്നം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം വയർ കട്ടിങ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏതെങ്കിലും രീതിക്ക് അവിടെ വയർ കണക്ട് ചെയ്യും. വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലൂസാകാം, അല്ലെങ്കിൽ ഈ സ്ലീവ് പോകാം, ഇൻസുലേഷൻ പോകാം. നാളെ അവിടെ കൊണ്ട് എന്തെങ്കിലും രീതിക്ക് ടയർ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വേണമെങ്കിൽ വാഹനം ഷോർട്ടാകാം, തീ കത്താനുള്ള ചാൻസ് ഉണ്ട്, ഗേജ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് വരാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഹെഡ്ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു, കുഴപ്പമില്ല, പ്ലഗ് ആൻഡ് പ്ലേ ആണ്, കറക്റ്റ് ഒരു ആംബിയർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, വാട്ട്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. സ്റ്റീരിയോ നമ്മൾ ഫിറ്റ് ചെയ്യണം. നമ്മുടെ വാഹനത്തിലുള്ള ജെനുവിൻ സ്റ്റീരിയോ മാറ്റി നമ്മളൊരു അഡീഷണൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കപ്ലർ ടു കപ്ലർ കോൺടാക്റ്റ് വരുന്നത്, അതായത് പ്രോപ്പർ കപ്ലർ കണക്ഷനുള്ള രീതിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പുറകിലത്തെ ഒരു ടെയിലൈറ്റ് മാറുകയാണ്, ടെയിലൈറ്റ് LED ആക്കാൻ പ്ലാൻ ഉണ്ട്, പക്ഷേ അതിലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, വയർ കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അഡീഷണൽ ആയിട്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ വയർ കട്ട് ചെയ്യുന്ന രീതിക്കുള്ളതോ, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഓരോ വയർ ലൂപ്പ് ചെയ്തോ, ECM കണക്ഷൻ എടുത്തോ, അല്ലെങ്കിൽ OBD റീഡർ കണക്ട് ചെയ്യുന്ന അവിടെ നിന്ന് കണക്ഷൻ എടുത്തോ ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഇഷ്യൂസ് നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ മുമ്പോട്ട് ഈ വാഹനത്തിന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ആ രീതിക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. തൽക്കാലം നമ്മൾ അഡീഷണൽ ആയിട്ട് ലൈറ്റോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പ്ലഗ് ആൻഡ് പ്ലേ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ വയർ കട്ട് ചെയ്തോ അല്ലെങ്കിൽ പാർക്ക് ചെയ്യുന്ന കണക്ഷനൊക്കെ എടുത്ത് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ടുള്ള രീതിക്കല്ല ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിന് കംപ്ലയിൻറ്റ് വരും. ഈ വയർ ഷോർട്ടാകാം, വയർ ഷോർട്ടായ തീ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്ക് മുമ്പോട്ട് നമ്മുടെ വാഹനത്തിന് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് വാഹനം നിന്ന് കത്തുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക.